ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓൺ ട്രാൻസ്ഫോമർ. ഓക്കെ, നമുക്കറിയാം നമ്മൾ മെഷീൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ മെഷീൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് മെഷീൻസിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു മോട്ടറിൻ്റെ കേസ് തന്നെ വെക്കാം. മോട്ടർ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ലോഡ് ടെസ്റ്റ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ മോട്ടറിൽ ലോഡ് കൊടുത്തിട്ട് ആ മോട്ടറിൻ്റെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മോട്ടറിൻ്റെ എന്ത് ചെയ്യും, പെർഫോമൻസ് കിട്ടും. അതിന് എന്തൊക്കെ ലോസുകളുണ്ട്, എത്ര ശതമാനം എഫിഷ്യൻസി കിട്ടുന്നുണ്ട്, ഓക്കെ, അത് കിട്ടില്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, മോട്ടർ നമ്മൾ പീരിയോഡിക്കായി ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടോ, എന്തെങ്കിലും ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടോ. ഓക്കെ, അതുപോലെ ട്രാൻസ്ഫോമറും എന്ത് മെഷീൻസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഒരു ബൈക്ക് ആണെങ്കിൽ പോലും എന്തൊരു മെഷീൻ ആണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് അതിനെ ഒരു മാർക്കറ്റിലേക്ക് ഇറക്കാറുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പനിയിലാണെങ്കിൽ തന്നെ അവിടെ മോട്ടർ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ പെർഫോമൻസ് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, ഓക്കെ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓൺ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫോമറിൽ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേരിയസ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ഓൺ ട്രാൻസ്ഫോമർ എന്തൊക്കെയാണ്? വൈൻഡിങ് റെസിസ്റ്റൻസ് ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് യൂസ് ഇൻ മെഗർ ടെസ്റ്റ് എന്നറിയപ്പെടും. പൊളാരിറ്റി ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ് ടെസ്റ്റ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുമാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ മോളത്തെ പറഞ്ഞ ഈ 3 ടെസ്റ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വൈൻഡിങ് റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്താണ്, പർപ്പസ് എന്താണ്? നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ എന്തുണ്ട്, പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, വൈൻഡിങ് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ DC കറണ്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യുക. നമുക്കറിയാം ഓംസ് ലോ ഈസ് ഈക്വൽ ടു എന്താണ്, R ഈസ് ഈക്വൽ ടു V/I ആണ്. ഓക്കെ, ജസ്റ്റ് വോൾട്ടേജും കറണ്ടും കൊടുക്കുന്ന വോൾട്ടേജും ആ വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ടും മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വൈൻഡിങ് റെസിസ്റ്റൻസ് ടെസ്റ്റ് കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, മെഗർ ടെസ്റ്റ് എന്ന് പറയും. മെഗർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മെഗർ എന്താണ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, മീൻസ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, അതായത് വൈൻഡിങ്ങും കോറും തമ്മിൽ ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഗർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെഗർ വെച്ചിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. എത്രത്തോളം ഇൻസുലേഷൻ ഉണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ട്രാൻസ്ഫോമറിൽ എന്ത് ചെയ്യും, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യും. കാരണം എന്താണ്, ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് കോറിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, വൈൻഡിങ്സ് വൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ വൈൻഡിങ്ങും കോറും തമ്മിൽ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഓൺലി മെക്കാനിക്കൽ ആയിട്ടാണ് ഉണ്ടാവുള്ള. ഫ്ലക്സ് ആണ് പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ് എന്ത് ചെയ്യണം, സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് കോർ വഴി പോകുന്നത്. ഇലക്ട്രിക്കലായിട്ടൊരു ബന്ധവുമില്ല, മാഗ്നറ്റിക്കലായിട്ട് ബന്ധമുള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ പാടില്ല. വൈൻഡിങ്ങും കോറും തമ്മിൽ ഒരു ഫുൾ ഇൻസുലേഷൻ ആയിരിക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മെഗർ വെച്ച് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഹൈ വോൾട്ടേജ് ആയ 1 kV to 5 kV നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. അതായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ബോഡിയുമേ ഫുൾ ഷോർട്ടായി നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ ഇഞ്ചുറി പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഷോർട്ടും ഉണ്ടാകാൻ പാടില്ല. വൈൻഡിങ്ങും കോറും തമ്മിൽ ഫുൾ ഇൻസുലേഷൻ ആയിരിക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് ഒരു ഇൻഫിനിറ്റി ആവാണ് നല്ലത്. ഓക്കെ, 0 ആയി കഴിഞ്ഞാൽ എന്താണ്, ഷോർട്ടാണ്. ഓക്കെ, ഷോർട്ട് ആവാൻ പാടില്ല. റെസിസ്റ്റൻസ് എപ്പോഴും ഇൻഫിനിറ്റി ആവാണ് നല്ലത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേഷൻ ഹൈ ആണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. 0ൻ്റെയും ഇൻഫിനിറ്റിയുടെ ഇടയിലായിട്ടാണ് വരിക. ഓക്കെ, അതിൻ്റെ റേറ്റിംഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പൊളാരിറ്റി ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ് ടെസ്റ്റ്. ഓക്കെ, എന്താണ് പൊളാരിറ്റി ടെസ്റ്റ്? നമ്മുടെ അറിയാം, നമുക്ക് ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ എന്താവും, അതിലൊരു സബ്സ്റ്റേഷൻ ആണെങ്കിൽ ആ സബ്സ്റ്റേഷനിൽ ഇഷ്ടംപോലെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ മാത്രമല്ല വർക്ക് ചെയ്യുക, കുറേ ട്രാൻസ്ഫോമർ കൂടി പാരലായിട്ടാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. പാരലായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ നമുക്ക് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫോമർ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ സപ്ലൈ കട്ടാവില്ലേ. ഓക്കെ, വീട്ടിലേക്കൊന്നും സപ്ലൈ കിട്ടില്ല മെയിൻ്റെനൻസ് ഉണ്ടാകുമ്പോൾ. പക്ഷേ
കുറേ 4 ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ കംപ്ലൈൻറ്റ് വന്നാൽ ബാക്കി 4 ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ പാരലൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യണം, പൊളാരിറ്റി എന്താവണം, കറക്റ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൊളാരിറ്റി ടെസ്റ്റ് നടത്തണം. പൊളാരിറ്റി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്ലസ് മൈനസ് കറക്റ്റായിട്ട് കിട്ടും. അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഫേസ് റിലേഷൻഷിപ്പ് ടെസ്റ്റ്, അതായത് സാധാരണ നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണ് പഠിക്കുന്നത്, പക്ഷെ ശരിക്കും ആപ്ലിക്കേഷനായിട്ട് 3 ഫേസ് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ RYB ഫേസ് അറിയാലോ, 3 ഫേസുകൾ അറിയാലോ, RYB അത് കറക്റ്റായിട്ട് ഫേസ് സീക്വൻസ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ടായി ആകെ കത്തിപ്പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രോപ്പർ കണക്ഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് റിലേഷൻഷിപ്പ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടെസ്റ്റായ OC ടെസ്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, 2 തരം ലോസ് ആണ് എന്ത് ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുക. ഒന്ന് അയൺ ലോസും അതുപോലെ തന്നെ കോപ്പർ ലോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ OC ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അയൺ ലോസ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ കോർ ലോസ്. ഓക്കെ, ഈ കോർ ലോസ് മെഷർ ചെയ്യുന്നത്, കോർ ലോസ് കിട്ടുന്നത് OC ടെസ്റ്റ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, നോ ലോഡ് പാരാമീറ്റേഴ്സ്. നോ ലോഡ് പാരാമീറ്റേഴ്സ് ഞാൻ കഴിഞ്ഞ വാരം പറഞ്ഞിട്ട്, നോ ലോഡ് കറണ്ട് I0 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രാഞ്ചിൽ കൂടെ പോയിട്ട് IW, INU, ഓക്കെ, ഒക്കെ ആയിട്ട് പറഞ്ഞ ഓർമ്മ ഉണ്ടോ. പിന്നെ X0, R0, വൈൻഡിങ്, കോർ ലോസ് റെസിസ്റ്റൻസ്, മാഗ്നറ്റൈസിങ് റിയാക്റ്റൻസ്, അതുപോലെ നോ ലോഡ് കറണ്ട്, ഈ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, OC ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. പ്രധാനമായിട്ട് OC ടെസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, അയൺ ലോസ് ആണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക OC ടെസ്റ്റ് വെച്ചിട്ട്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇതാണ്. ഓക്കെ, നിങ്ങൾ ലാബിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നുണ്ടാവും. എന്നാൽ ജസ്റ്റ് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ഇതതിൻ്റെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വോൾട്ടേജ് എന്ത് ചെയ്യണം, AC-യിൽ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ട്രാൻസ്ഫോമർ ഇതിൻ്റെ LV സൈഡാണ് എന്ത് പ്രൈമറി ആക്കി എടുക്കുന്നത്, അതുപോലെ HV സൈഡാണ് സെക്കൻഡറി ആക്കി എടുക്കുന്നത്. നമ്മൾ എപ്പോഴും HV സൈഡാണ് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കിയിടുക. ഓക്കെ, ഇത് ഓപ്പൺ ആക്കിയിടുക. OC ടെസ്റ്റിൽ തന്നെ ഓപ്പൺ സർക്യൂട്ട്, HV സൈഡ് എന്ത് ചെയ്യണം, ഓപ്പൺ ആയിട്ട് ഇടണം. നമുക്ക് വേണമെങ്കിൽ LV സൈഡും ചെയ്യാം, പക്ഷെ നമ്മൾ അധികം HV സൈഡാണ് പ്രിഫർ ചെയ്യാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LV സൈഡ് ആകുമ്പോൾ നമുക്ക് എന്താണ്, ലോ വോൾട്ടേജ് സൈഡ് ആയതുകൊണ്ട് അവിടെ ലോ വോൾട്ടേജ് അപ്ലിക്കേഷനിലുള്ള മീറ്റേഴ്സ് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ മൾട്ടിമീറ്റർ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുക വെച്ചാൽ, ഒരു 1000 ബാർ 100 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ട്രാൻസ്ഫോമറിൻ്റെ HV എന്ന് പറഞ്ഞാൽ 1000 വോൾട്ടും LV എന്ന് പറഞ്ഞാൽ 100 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ LV സൈഡാണ് പ്രിഫർ ചെയ്യുക. HV സൈഡ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ HV സൈഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ മീറ്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ വോൾട്ടേജ് അപ്ലിക്കേഷനുള്ള മീറ്റേഴ്സ് യൂസ് ചെയ്യണം, ഹൈ വോൾട്ടേജ് ഗ്രേഡുള്ള മീറ്റേഴ്സ് യൂസ് ചെയ്യണം. സോ നമുക്ക് ആ മീറ്റേഴ്സിൻ്റെ കിട്ടും ചെയ്യില്ല, കിട്ടാൻ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 100 വോൾട്ടിൽ എന്ത് ചെയ്യും, പ്രൈമറി സൈഡാക്കി എടുക്കും. അപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ 100 വോൾട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ട് എന്താണ് 1000 വോൾട്ട് ആക്കി എടുത്തു. അപ്പോൾ 100 വോൾട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ എല്ലാ മീറ്റേഴ്സ് എന്ത് ചെയ്താൽ മതി, ലോ വോൾട്ടേജ് ലോ സ്കെയിലുള്ള മീറ്റേഴ്സ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ സേഫ് ഓപ്പറേഷനാണ്. ഓക്കെ, അതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, HV സൈഡ് അല്ല LV സൈഡ് എന്ത് ചെയ്യണത്, LV സൈഡിൽ നമ്മൾ സപ്ലൈ പ്രൈമറി എടുക്കുന്നത്, അതുപോലെ HV സൈഡ് എന്ത് ചെയ്യണത്, HV സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ആയിട്ട് ഇടുന്നത്. ഓക്കെ, എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അമ്മീറ്റർ പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അമ്മീറ്റർ വെക്കുക. അതുപോലെ പ്രൈമറിയിൽ ഒരു വാട്ട് മീറ്റർ വെക്കുക. ഈ വാട്ട് മീറ്റർ എപ്പോഴും LPF ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ വോൾട്ട് മീറ്ററും വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, റേറ്റഡ് വോൾട്ടേജ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ റേറ്റഡ് വോൾട്ടേജ് ടു LV വൈൻഡിങ് വിത്ത് HV ഓപ്പൺ സർക്യൂട്ടഡ്. ഇത് HV നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കിയിടുക. LV നമ്മൾ എന്ത് ചെയ്യുക, റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 100 വോൾട്ട് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു 1000 ബാർ 100 ആണെങ്കിൽ 100 വോൾട്ട് ആണല്ലോ LV, 100 വോൾട്ട് എന്ത് ചെയ്യുക, റേറ്റഡ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് V0 നോ ലോഡ് വോൾട്ടേജ് ആയി V0, കാരണം ലോഡിൽ ഓപ്പൺ ആണല്ലോ. അതുപോലെ I0 നോ ലോഡ് കറണ്ട് നമുക്ക് കിട്ടും. അതുപോലെ W0 നോ ലോഡ് പവറും കിട്ടും. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, OC ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ W0 നമുക്ക് കിട്ടുന്നത് എന്താണ്,
കോർ ലോസ് ആണ് അല്ലെങ്കിൽ അയൺ ലോസ് ആണ് ഈ W0 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു സപ്പോസ് ഇവിടെ ഒരു 15 അല്ലെങ്കിൽ 120 വാട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 120 വാട്ട്സ് എന്ന് പറഞ്ഞാൽ എന്ത് ലോസ് ആണ്? കോർ ലോസ് ആണ് അല്ലെങ്കിൽ അയൺ ലോസ് ആണ് എന്ത് കിട്ടുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഈ OC ടെസ്റ്റിൽ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ അമ്മീറ്റർ കിട്ടുന്ന റീഡിങ്സ് I0 നോ ലോഡ് കറണ്ട്, V0 പറഞ്ഞ നോ ലോഡ് വോൾട്ടേജ്, ഇവിടെ കിട്ടുന്ന റീഡിംഗ് നോ ലോഡ് വോൾട്ടേജ്, ആൻഡ് വാട്ടിമീറ്ററിൽ കിട്ടുന്നത് W0 എന്താണ്? കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അതുപോലെ ഞാൻ രണ്ടാമത് പറഞ്ഞു നോ ലോഡ് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം V0, I0, W0 ആണ് നമുക്ക് 3 റീഡിങ്സ് കിട്ടുന്നത്. ഓക്കെ, മീറ്റേഴ്സിന് കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? നോ ലോഡ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? X0, R0 മാഗ്നറ്റൈസിങ് റിയാക്റ്റൻസ്, കോർ ലോസ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ കോർ ലോസ് കറണ്ട്, മാഗ്നറ്റൈസിങ് കറണ്ട്, ഇതൊക്കെയല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ X0, R0 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്? ആദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് W0 = V0, I0 cos phi ആണെന്ന് അറിയാം. ഓക്കെ അല്ലേ? V0, I0 cos phi ആണ് നമുക്ക് W0 അറിയാം. നമുക്ക് cos phi കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? cos phi = W0 by V0, I0 നമുക്ക് എന്ത് കിട്ടും? cos phi കിട്ടും. നോ ലോഡ് പവർ ഫാക്ടർ കിട്ടും. then നമുക്കറിയാം എന്താണ് IM എന്ന് പറഞ്ഞാൽ അത് മാഗ്നറ്റൈസിങ് റിയാക്റ്റൻസ്, മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ X0 അല്ലേ? ഇതല്ലേ ഈ X0 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ IM അറിയണ്ടേ? അപ്പോൾ ഈ IM അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? I0 cos phi 0 ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ ഈ cos phi കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് കണ്ടുപിടിച്ചത്? ഈ IM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. IM എന്ന് പറഞ്ഞാൽ I0 cos phi ആണ്. അപ്പോൾ cos phi നമുക്ക് കിട്ടി. ജസ്റ്റ് I0 നമുക്ക് ഇവിടെ അമ്മീറ്ററിലും കിട്ടിയിട്ടുണ്ട്, I0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് I0 cos phi ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? IM കിട്ടും. ആൻഡ് IW കണ്ടുപിടിക്കേണ്ടത് എന്താണ്? IW എന്താണ്? കോർ ലോസ് കറണ്ട് ആണ്. ഇത് കൂടെ പോണ കറണ്ട് ആണ്, R0 കൂടെ പോണ കറണ്ട് ആണ് IW. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ മതി? I0 sin phi ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin phi. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമുക്ക് cos phi എന്താണ് അറിയാം. അപ്പോൾ phi കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് cos ഇൻവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? phi കിട്ടും. എന്നിട്ട് അത് സൈനിലേക്ക് സൈനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? sin phi കിട്ടും. അപ്പോൾ I0 sin phi ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? IW കിട്ടും. ഓക്കെ, അത് കിട്ടി. ഇനി എന്താണ് R0 കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്താ മതി പറഞ്ഞിട്ടുണ്ട്? V0 ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ അക്രോസ് കൂടെ പോണ കറണ്ട് IW, ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് V0. അപ്പം എന്ത് കിട്ടും? R0 = V0 by IW. V0 പറഞ്ഞാൽ ആ വോൾട്ട്മീറ്ററിൽ കിട്ടുന്ന റീഡിംഗ് ബൈ IW. ആൻഡ് X0 എന്ന് പറഞ്ഞാൽ എന്താണ്? V0 by IM. ഓക്കെ, രണ്ടെണ്ണം സാധനം കിട്ടി, IM അല്ലെങ്കിൽ INU. അപ്പോൾ ഇത് എല്ലാം നോ ലോഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? OC ടെസ്റ്റ് ആണ്. അതേപോലെ തന്നെ അയൺ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്താണ്? OC ആണ്. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് ഇതിൽ OC ടെസ്റ്റിൽ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് കിട്ടുന്നത് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്? OC ടെസ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ മൊത്തം പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് SC ടെസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മെഷർ കോപ്പർ ലോസ് ആൻഡ് ഡിറ്റർമൈൻ ഇക്വലന്റ് ഇംപിഡൻസ്. ഓക്കെ, കോപ്പർ ലോസ് അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? SC ടെസ്റ്റ് ഉപയോഗിക്കുന്നത്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചാവും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ എന്താണ്? LV സൈഡിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുക, അതായത് പ്രൈമറി സൈഡ്. HV സൈഡാണ് എന്ത് ചെയ്യുക? ഓപ്പൺ ആക്കിയിടുക അല്ലെങ്കിൽ സെക്കൻഡറി സൈഡ് ആക്കി എടുക്കുക. ഓക്കെ, ഇവിടെ SC ടെസ്റ്റിൽ നമ്മൾ HV സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സപ്ലൈ കൊടുക്കുക. ആൻഡ് LV സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് ആക്കിയിടുക, അതായത് ലോ വോൾട്ടേജ് സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ഇവിടെ ഇതാണ് എന്ത്? HV സൈഡ്, എന്താണ് എന്ത്? LV സൈഡ്. ഓക്കെ, ഇപ്പോൾ ഒരു 1000 ബാർ 100 വോൾട്ട് ആണെങ്കിൽ 1000 വോൾട്ട് 1000ന്റെ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൈമറി സൈഡിലേക്ക് കൊടുക്കുക. 100 ആണ് എന്ത് ചെയ്യുക? സെക്കൻഡറി ആക്കി എടുക്കുക. അതേപോലെ തന്നെ ഷോർട്ട് ആക്കുക, ഇത് ഷോർട്ട് ആക്കി നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം. സെക്കൻഡറി സൈഡ് എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ടിൽ എന്ത് ഷോർട്ട് ആക്കി നമ്മൾ എടുക്കണം സെക്കൻഡറി സൈഡ്. അതേപോലെ തന്നെ ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്?
അതുപോലെ തന്നെ എന്തുണ്ട്, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത് UPF ആണ്, യൂണിറ്റി പവർ ഫാക്ടർ ആണ്. യൂണിറ്റി പവർ ഫാക്ടർ മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞ എന്താണ്, റേറ്റഡ് കറന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റേറ്റഡ് കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊന്നുമില്ല. റേറ്റഡ് കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ റേറ്റഡ് കറന്റ് നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫോമറിൽ എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഒരു ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന് KV നമുക്ക് തന്നിട്ടുണ്ടാവും. KVA ഡിവൈഡ് ബൈ വോൾട്ടേജ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റേറ്റഡ് കറന്റ് കിട്ടും. ഓക്കെ, ISC കിട്ടും. അപ്പോൾ ഈ റേറ്റഡ് കറന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, HV സൈഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ അപ്ലൈ ചെയ്യും. ഓട്ടോ ട്രാൻസ്ഫോമർ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ അമ്മീറ്റർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പോൾ റേറ്റഡ് കറന്റ് ഒരു 10 ആംപിയർ ആണെങ്കിൽ 10 ആംപിയർ ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, അതുപോലെ ISC കിട്ടും. എത്രയാണ് അത് കിട്ടും, ISC കിട്ടും. മീറ്റേഴ്സിന് കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ പവർ WSC കിട്ടും. ഓക്കെ, ഈ WSC സൂചിപ്പിക്കുന്നത് എന്താണ്, കോപ്പർ ലോസ് ആണ്. ഓക്കെ, കോപ്പർ ലോസ് ആണ് എന്ത് WSC സൂചിപ്പിക്കുന്നത്. ഓക്കെ, PC എന്ന് പറയും, WSC എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ അയൺ ലോസ് ആണ്. അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാട്ട് മീറ്ററിൽ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, എന്തൊക്കെ കണ്ടുപിടിക്കണം, സെക്കൻഡറി പാരാമീറ്റേഴ്സ് ആയ R0, R02, X02 ആൻഡ് Z02 കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. WSC is equal to എന്താണ്, ISC സ്ക്വയർ R0 ആണ്. കാരണം കോപ്പർ ലോസ് പറഞ്ഞാൽ എന്താണ്, I2R ലോസ് ആണല്ലോ. അപ്പോൾ WSC is equal to I2R ISC, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC സ്ക്വയർ ഇൻറ്റു R02. അപ്പോൾ നമുക്ക് R02 സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. R02 is equal to WSC by ISC സ്ക്വയർ കിട്ടും. അതുപോലെ Z02 കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണല്ലോ, V by I ആണ്. AC-യിലെ ഇമ്പിഡൻസ് ആണ് വരിക. Z is equal to V by I. ഓക്കെ, അത് വോൾട്ടേജ് VSC by ISC കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, Z02 കിട്ടും. ആൻഡ് X02 is equal to നമുക്ക് അറിയാം, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുകയാണെങ്കിലാണ് X02 is equal to root of Z02 സ്ക്വയർ മൈനസ് R02 സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, X02 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ എന്തൊക്കെ കിട്ടി, കോപ്പർ ലോസും കിട്ടി, വാട്ട് മീറ്ററിന് കിട്ടി, അതുപോലെ ഡിറ്റർമൈൻ ഇക്വലൻസ് ഇമ്പിഡൻസും കിട്ടി, Z0 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റുകളാണ് നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഇക്വലൻസ് സർക്യൂട്ടിൽ നമ്മുടെ വരച്ചിട്ടുണ്ട് Z0, R0, X0 കിട്ടി. ഇതിന് രണ്ടിനും കൂടി സംഭവമാണ് എന്ത്, Z02. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് SC ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്, SC ടെസ്റ്റ് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ സെക്കൻഡറി സൈഡ് എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, റേറ്റഡ് കറണ്ട് അപ്ലൈ ചെയ്യും. റേറ്റഡ് കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, KVA, കാരണം നമുക്ക് ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. KVA is equal to V into I ആണ്. അപ്പോൾ I is equal to KVA by I ആണ്. ഓക്കെ, സോറി V ആണ്. നമുക്കത് കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, റേറ്റഡ് കറണ്ട് കിട്ടുക. ഈ റേറ്റഡ് കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫോമറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, OC ടെസ്റ്റും SC ടെസ്റ്റും ചെയ്ത് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് ഒക്കെ കിട്ടി. ഓക്കെ, ഇനി തന്നെ എന്തിനാണ് ഇത് പാരാമീറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് എന്ത്, എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇൻപുട്ട് പവറിന് നമുക്ക് എന്ത് എഴുതാം, ഇൻപുട്ട് പവറിന് നമുക്ക് ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ആക്കി നമുക്ക് എഴുതിക്കൂടെ, അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് എഫിഷ്യൻസി പറഞ്ഞാൽ ഔട്ട്പുട്ട് പോയി ഇൻപുട്ട് ആണ്. അപ്പോൾ ഇൻപുട്ട് പവറിന് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ആക്കി എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, എഫിഷ്യൻസി നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഫിഷ്യൻസി എഴുതാൻ പറ്റും, എഴുതിക്കൂടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു KVA ഇൻറ്റു കോസ് 5 ഇൻറ്റു 1000 ആണെന്ന്. ഓക്കെ, നമ്മുടെ ട്രാൻസ്ഫോമർ എപ്പോഴും എന്താണ്, KVA ലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൊടുക്കുക. കാരണം ട്രാൻസ്ഫോമർ ഏത് ലോഡിൽ വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം KVA എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പാരന്റ് പവർ ആണ്. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കിലോവാട്ടിലാണ് നമ്മൾ എല്ലാം റേറ്റിംഗ് ചെയ്യുക. അപ്ലയൻസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, റേറ്റിംഗ് കൊടുക്കുക. ഇപ്പോൾ ഇത്ര മിക്സി ആണെങ്കിൽ ഇത്ര 500 വാട്ട്സ്, ഇപ്പോൾ ഒരു ഹീറ്റർ ആണെങ്കിൽ 2000
വാട്ട്സ്, അത് 2 കിലോ വാട്ട്, അങ്ങനെ ഓരോ മോട്ടർ ആണെങ്കിൽ HP ആണ്, HP-നെ നമ്മൾ വാട്ട്സ് ആക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ കിട്ടും കിലോ വാട്ട്സ്, 100 കിലോ വാട്ട്സ്, അങ്ങനെ ഓരോന്നും കിലോ വാട്ട്സിലാണ്. പക്ഷെ നമ്മൾ ട്രാൻസ്ഫോമർ KVA-ലാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, കാരണം ട്രാൻസ്ഫോമറിന് നമുക്ക് ഏത് ലോഡ് കണക്ട് ചെയ്യുമെന്ന് ട്രാൻസ്ഫോമർ പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സബ്സ്റ്റേഷനിലൊക്കെ 150 KVA, റോഡ് സൈഡിൽ പോകുമ്പോൾ 150 KVA ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടാവില്ലേ? അത് അപ്പാരന്റ് പവറിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആ ട്രാൻസ്ഫോമർ വീട്ടിലേക്കാണ്, ഓരോ വീട്ടിലേക്കല്ലേ പോണത്. അപ്പോൾ വീട്ടിൽ പലതരം ലോഡുകൾ ഉണ്ടാവും. ഏത് ലോഡ് ലാഗിങ്, ലീഡിങ്, UPF ഉണ്ടാവും, ഏത് ലോഡിലാണ് കണക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. സോ ട്രാൻസ്ഫോമർ നമ്മളെപ്പോഴും എന്ത് ചെയ്യാണ്, അപ്പാരന്റ് പവറിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അപ്പാരന്റ് പവറിനെ കിലോ വാട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, വാട്ട്സിലേക്ക് ആക്കാൻ ഒന്നും ചെയ്യണില്ല. കാരണം അപ്പാരന്റ് പവർ KVA എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ VA പറഞ്ഞാൽ V/I ആണ്. ഓക്കെ, അപ്പാരന്റ് പവർ ഈസ് ഈക്വൽ ടു V/I ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, VI cos phi ആണ്. ഓക്കെ, VI cos phi ആണ് എന്ത്, കിലോ വാട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു cos phi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, KVA നമുക്ക് കിലോ വാട്ടിക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ cos phi എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ ആണ് എന്ത്, cos phi. cos phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഡിനനുസരിച്ച് മാറും. ഓക്കെ, ഇപ്പോൾ ഒരു UPF പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റീവ് ലോഡിന്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റിയാണ്, 1 ആണ്. പക്ഷേ ഇൻഡക്റ്റീവ് ലോഡ് പറയുമ്പോൾ അത് കുറഞ്ഞു വരും, 0.8, 0.9. ഒരു മോട്ടർ പറയുമ്പോൾ ഇൻഡക്റ്റീവ് ലോഡാണ്, അത് 0.8 ആണ്. ഓക്കെ, 0.5, അങ്ങനെ എന്താണ് ലോഡ് അനുസരിച്ച് മാറുമ്പോൾ അതിന്റെ പവർ ഫാക്ടർ എന്ത് ചെയ്യും, AC-യിൽ അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് പവർ നമ്മൾ KVA-നെ കിലോ വാട്ടിക്കാക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, KVA × cos phi, VI cos phi ആണ് നമുക്കറിയാം. cos phi മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് പവറായ കിലോ വാട്ട് കിട്ടും. ഓക്കെ, ഇനി അതിനെ 1000 ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ കിലോ വാട്ടിനെ വാട്ട്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഔട്ട്പുട്ട് അവർ നമുക്ക് KVA × cos phi × 1000 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി X പറഞ്ഞാൽ എന്താണ്, ലോഡ് ഫാക്ടർ. ഓക്കെ, ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ട്രാൻസ്ഫോമർ നമ്മൾ പലതരം ലോഡ്, ഫുൾ ലോഡ്, ഹാഫ് ലോഡ്, 1/4 ലോഡ്, 3/4 ലോഡ്, അങ്ങനെ പലതരം ലോഡുകൾ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ ഓരോ ലോഡിൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിലായിട്ട് നമുക്ക് എക്സാമിനൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചോദിച്ചാലും, ഇപ്പോൾ ട്രാൻസ്ഫോമർ ഹാഫ് ലോഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ലോഡിൽ വർക്ക് ചെയ്യുന്നതും ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുന്നതും എഫിഷ്യൻസി വ്യത്യാസം ഉണ്ടാവില്ലേ? ഓക്കെ, ഫുൾ ലോഡ് പറയുമ്പോൾ അവിടെ ലോഡ് ഫാക്ടർ എന്താവും, 1 ആവും. ഓക്കെ, പക്ഷെ ഹാഫ് ലോഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, പകുതി, 0.5. ഓക്കെ, അല്ലെങ്കിൽ 1/2 നമുക്ക് പറയാം. 1/4, കാൽ. ഓക്കെ, കാലാകുമ്പോൾ എന്താണ്, 1/4. മുക്കാലാകുമ്പോഴോ, മുക്കാൽ ലോഡ് 3/4. ഓക്കെ, അങ്ങനെ പലതരം ലോഡിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫുൾ ലോഡിലാണ്. ഓക്കെ, ഫുൾ ലോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമർ എപ്പോഴും നമ്മൾ റബ്ബ് ചെയ്യട്ടെ, ട്രാൻസ്ഫോമർ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും X1 എടുത്താൽ മതി. സ്പെസിഫൈഡ് ഹാഫ് ലോഡിൽ എഫിഷ്യൻസി ഒക്കെ കാണണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനനുസരിച്ചിട്ട് 1/2 X എന്ത് ചെയ്താൽ മതി, 1/2 അല്ലെങ്കിൽ 0.5 ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ. അപ്പം എഫിഷ്യൻസി ഇക്വേഷൻ എന്താണ്, ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് പവർ നമുക്ക് എന്ത് ചെയ്താം, X × KVA × cos phi × 1000 എഴുതിക്കൂടെ, പ്രശ്നമില്ല. അതുപോലെ ഔട്ട്പുട്ട് പവർ വീണ്ടും X × KVA × 1000 × cos phi അതും എഴുതി. പ്ലസ് ലോസസ് പറഞ്ഞാൽ WI, അയൺ ലോസ്, പ്ലസ് ട്രാൻസ്ഫോമർ രണ്ടുതരം ലോസ് ഏതൊക്കെയാണ്, അയൺ ലോസും അതേപോലെ തന്നെ കോപ്പർ ലോസ് ആണ് ഉള്ളത്. ഓക്കെ, ഈ രണ്ട് ലോസസ് ആണ് ട്രാൻസ്ഫോമറിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അയൺ ലോസ് നമുക്ക് OC ടെസ്റ്റിൽ നിന്ന് കിട്ടി, കോപ്പർ ലോസ് നമുക്ക് SC ടെസ്റ്റിൽ നിന്ന് കിട്ടി. ആൻഡ് കോപ്പർ ലോസിന്റെ അവിടെ ഒരു X² നമ്മൾ ഇട്ട് കൊടുക്കണം, കാരണം കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ കറന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ ഹാഫ് ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ആണ് അവിടെ ലോഡ്. ഓക്കെ, കറന്റ് ആണ് അവിടെ ലോഡ്. ഫുൾ ലോഡ് കറന്റ് പറഞ്ഞാൽ എന്താണ്, ഫുൾ ലോഡ്. അപ്പോൾ X എന്ന് പറഞ്ഞാൽ അവിടെ കറന്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ X², ഈ കറന്റിന് ഡിപ്പെൻഡ് ചെയ്യണതാണ് ഈ കോപ്പർ ലോസ് അല്ലേ. കോപ്പർ ലോസ് എപ്പോഴും കറന്റ് എത്ര തരം ഫ്ലോ ഉണ്ടോ അതിനനുസരിച്ച് കോപ്പർ ലോസ്. പക്ഷെ കോർ ലോസ് പറയുമ്പോൾ എപ്പോഴും വോൾട്ടേജിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ OC ടെസ്റ്റ് റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, SC ടെസ്റ്റ് റേറ്റഡ് കറന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ WI + X² WCU, ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷനാണ്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു X × KVA × cos phi × 1000
എക്സ് ഇൻറ്റു കെ വി ഇൻറ്റു കോസ് ഫൈവ് ഇൻറ്റു 1000 പ്ലസ് ഡബ്ല്യു ഐ പ്ലസ് എക്സ് സ്ക്വയർ ഡബ്ല്യു സി യു ഇൻറ്റു 100 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ആവും, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒ സി ടെസ്റ്റ് എസ് സി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഒ സി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ഐ കിട്ടുന്നുണ്ട്, എസ് സി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു സി കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു സംഭവം ഇവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? ഒ സി ടെസ്റ്റ് എസ് സി ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ടെസ്റ്റ് ഒരു ട്രാൻസ്ഫോമർ ഇപ്പോൾ പുതിയ ട്രാൻസ്ഫോമർ ഇറക്കി കഴിഞ്ഞാൽ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടുന്നുണ്ട്, ഫുൾ ലോഡിൽ എത്ര എഫിഷ്യൻസി കിട്ടുന്നുണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒ സി ടെസ്റ്റും എസ് സി ടെസ്റ്റും കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒ സി ടെസ്റ്റ് എസ് സി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എഫിഷ്യൻസി ഇക്വേഷൻ ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് വോൾട്ടേജ് റെഗുലേഷൻ. എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ? വോൾട്ടേജ് റെഗുലേഷൻ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊരു ട്രാൻസ്ഫോമറിന് ഇക്വലന്റ് സർക്യൂട്ടാണ്. ഓക്കെ, മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ട്രാൻസ്ഫോമർ ഞാൻ എന്ത് ചെയ്തു? ആദ്യം സെക്കൻഡറി സൈഡ് എന്ത് ചെയ്തു? ഓപ്പൺ ആക്കിയിട്ടു. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ സെക്കൻഡറി സൈഡ് എന്ത് ചെയ്തു? ഞാൻ ഓപ്പൺ ആക്കിയിട്ടു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പ്രൈമറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും, സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E2 ഉണ്ടാവും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും? V2. ഓക്കെ, ഇവിടെ കറണ്ട് പോകുന്നില്ല, കാരണം ലോഡ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് പോകുന്നില്ല. സോ E2ഉം V2ഉം എന്താണ്? സെയിം ആണ് അല്ലേ? സെയിം അല്ലേ? കാരണം ഇവിടെ കറണ്ട് പോകുന്നില്ല, കാരണം E2 കറണ്ട് പോകാത്തതുകൊണ്ട് ഈ കമ്പോണന്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ കമ്പോണന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് R2 അല്ലെങ്കിൽ R02 X02 ഉണ്ടാവുന്നത് എന്ത് വഴിയാണ്? I2 ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് എന്ത് വഴിയാണ്? I2 ഇല്ലാത്തതുകൊണ്ട് ഈ R2 X2 ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ E2ഉം ഈ V2 എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നോ ലോഡിൽ E2ഉം V2ഉം എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് മനസ്സിലാക്കി. ഇനി ഞാൻ ലോഡ് കൊടുത്തു, ട്രാൻസ്ഫോമർ എന്ത് ചെയ്തു? ലോഡ് കൊടുത്തു. ലോഡ് കൊടുക്കുമ്പോൾ എന്താണ്? I2 പറഞ്ഞ കറണ്ട് എന്ത് ചെയ്യും? ഇത് കൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, I2 പറഞ്ഞ കറണ്ട് എന്ത് ചെയ്യും? ഇത് കൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ എന്താവും? ഈ R2ഉം X2ഉം ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടാവും. സോ ഇവിടെയൊക്കെ ഡ്രോപ്പ് ഉണ്ടാവും. സോ E2 പറഞ്ഞ വോൾട്ടേജ് V2 പറഞ്ഞ വോൾട്ടേജും എന്താണ്? ഈക്വൽ ആവില്ല അല്ലേ? E2 പറഞ്ഞ വോൾട്ടേജും V2 പറഞ്ഞ ഈക്വലും. കാരണം എന്താണ്? E2 ഉണ്ടാവുന്ന വോൾട്ടേജിന് കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യും? വൈൻഡിങ് റെസിസ്റ്റൻസും വൈൻഡിങ് റിയാക്റ്റൻസും കാരണം ഡ്രോപ്പ് ആയിട്ട് പോയി. സോ E2 നോട്ട് ഈക്വൽ ടു V2. നമുക്ക് മനസ്സിലാക്കാം. സോ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് റെഗുലേഷൻ പറഞ്ഞാൽ ചേഞ്ചിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ E2 നമുക്ക് സപ്പോസ് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. വോൾട്ടേജ് റെഗുലേഷൻ പറഞ്ഞാൽ നോ ലോഡിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്, നോ ലോഡിൽ നിന്ന് ലോഡ് ആവുമ്പോഴുള്ള വോൾട്ടേജ് നമ്മൾ ഡിഫറൻസ്. ഓക്കെ, ആ ഡിഫറൻസ് ആണ് എന്ത്? വോൾട്ടേജ് റെഗുലേഷൻ. ലോഡ് കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ ടെർമിനൽ വോൾട്ടേജ് എന്താവും? കുറയും. ലോഡിനനുസരിച്ച് കുറയും. കാരണം എന്താണ്? അവിടെ കറന്റ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഈ ട്രാൻസ്ഫോമർ ഇന്റേണൽ കമ്പോണന്റ് ആയ R2ഉം X2ഉം വൈൻഡിങ് റെസിസ്റ്റൻസും വൈൻഡിങ് റിയാക്റ്റൻസും കാരണം നമുക്ക് എന്ത് ചെയ്യും? ഈ V2 പറഞ്ഞ വോൾട്ടേജ് കുറയും. പക്ഷേ ആ വോൾട്ടേജ് കുറയാൻ പാടില്ല, കാരണം ഒരു ലോഡിന് ഇത്ര വോൾട്ടേജ് കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഒരു ബൾബ് കണക്ട് ചെയ്തു ഞാനിവിടെ. ഈ ബൾബ് സപ്പോസ് ഞാനൊരു ഈ ട്രാൻസ്ഫോമർ പ്രൈമറി വരച്ചു, സെക്കൻഡറി വരച്ചു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ബൾബ് കണക്ട് ചെയ്തു, ഒരു ലോഡ് കണക്ട് ചെയ്തു, ബൾബ് കണക്ട് ചെയ്തു. ഈ ബൾബിന് 230 വോൾട്ട് വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് 230 വോൾട്ടാണ് റേറ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഒരു 100 വോൾട്ട് ബാർ 230 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി 100 വോൾട്ട്, സെക്കൻഡറി 230 കിട്ടണം. നമ്മൾ 230 വോൾട്ട് കിട്ടണം ഈ ബൾബിന്, കാരണം റേറ്റഡ് വോൾട്ടേജ് അതാണ് ബൾബിന്റെ. ഈ ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ കറണ്ട് പോവില്ലേ? ഇവിടെ എന്താവും? അപ്പോൾ എന്ത് ചെയ്യും? R2ഉം X2ഉം ഉണ്ടാവും. ഈ R2 X2 കാരണം ഇവിടെ എന്ത് ചെയ്യും? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. ഈ E2 ഇവിടെ 230 വോൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ഈ ഡ്രോപ്പ് കാരണം ഇവിടെ 230 കിട്ടുന്നില്ല. ഒരു 200 വോൾട്ടേ കിട്ടുന്നുള്ളൂ. അപ്പൊ എന്താണ്? അവിടെ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ലേ? അപ്പൊ ആ 230 നിന്ന് 200ലേക്കുള്ള ഡിഫറൻസ് ഇല്ലേ? ആ ഡിഫറൻസ് ആണ് എന്ത്? വോൾട്ടേജ് റെഗുലേഷൻ. ആ ഡിഫറൻസ്. ഓക്കെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ട്രാൻസ്ഫോമർ എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന 230 തന്നെയാണ് എന്ത്? ഇവിടെ കിട്ടുന്ന 230. ഓക്കെ, കാരണം ഇവിടെ ഡ്രോപ്പ് ഒന്നുമില്ല, ഇവിടെ കറണ്ട് ഒഴുകുന്നതുകൊണ്ട് E2ഉം V2 എന്താണ്? സെയിം ആണ്. പക്ഷെ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ E2 230 വോൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രോപ്പ് കാരണം ഇവിടെയൊക്കെ ഡ്രോപ്പ് ആയിട്ട് 30 വോൾട്ട് ഡ്രോപ്പ് ആയി പോയി. ഇവിടെ 200 വോൾട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ 230. അപ്പോൾ ഇവിടെ E2 എന്ന് പറഞ്ഞാൽ എന്താണ്? 230 ഡിവൈഡ് ബൈ മൈനസ് എന്താണ്? ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഡ്രോപ്പ് കാരണം നമുക്ക് ബൾബിന് 200 വോൾട്ടേ കിട്ടുന്നുള്ളൂ. 200 ബൈ
ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് 30 വോൾട്ടാണ് എന്ത് അവിടെ ഡിഫറൻറ്റ് ആയത്. ഓക്കെ, ഡിഫറൻസ് വന്നത് അത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോയി. ആ ഡ്രോപ്പാണ് എന്ത് വോൾട്ടേജ് റെഗുലേഷൻ. അതിന് പെർസെൻറ്റേജ് ആയിട്ട് ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ E2 മൈനസ് V2 ബൈ E2. ഓക്കെ, ഇതാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ട്രാൻസ്ഫോമറിന് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വളരെ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് ലോഡിങ്, ട്രാൻസ്ഫോമർ ഡയറക്റ്റ് ലോഡിങ് ചെയ്യുമ്പോൾ, ലോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റെഗുലേഷൻ ടെസ്റ്റ് ചെയ്യും. റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രാൻസ്ഫോമറെ സംബന്ധിച്ചിടത്തോളം. കാരണം ലോഡ് കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് ഒരിക്കലും കുറയാൻ പാടില്ല. കുറയും, പക്ഷെ ഒരു ലിമിറ്റിന് അപ്പുറം അങ്ങോട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഒരു 8%-ന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഡ്രോപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലോഡിന് എന്തെങ്കിലും റേറ്റഡ് വോൾട്ടേജ് കിട്ടില്ല. സോ അതാണ് വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, അപ്പോൾ E2 മൈനസ് V2 ബൈ E2 ആണ് എന്ത് വോൾട്ടേജ് റെഗുലേഷൻ. ഇൻറ്റു 100 ചെയ്ത് നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും. ഓക്കെ, ആ വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ടാവാൻ കാരണം ഇന്റേണൽ പാരാമീറ്റേഴ്സ് ആയി R2 X2 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് I2 ലോഡ് കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുക ഡിഫറൻസ്. ഓക്കെ, ഇനി അപ്രോക്സിമേറ്റ് വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, അപ്രോക്സിമേറ്റ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇപ്പോൾ ഈ OCSC ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, നമുക്ക് ട്രാൻസ്ഫോമർ എപ്പോഴും ലോഡ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ട്രാൻസ്ഫോമർ ലോഡ് കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ലോഡിങ് പറഞ്ഞാൽ ലോഡ് കൊടുത്തപ്പോൾ ഒരു ട്രാൻസ്ഫോമർ 50 kV ആണെങ്കിൽ 50 kV ലോഡ് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വലിയ വലിയ ട്രാൻസ്ഫോമർ 500 kV എന്നൊക്കെ പറഞ്ഞാലേ 500 kV ട്രാൻസ്ഫോമർ നമുക്ക് എപ്പോഴും ലോഡ് കൊടുക്കാൻ പറ്റുമോ എന്നൊന്ന് മനസ്സിലാക്കി നോക്കി. ട്രാൻസ്ഫോമർ 500 kV പറഞ്ഞാൽ അത്രയും വലിയൊരു പവർ ഔട്ട്പുട്ട് തരാൻ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ആ 500 kV പറഞ്ഞാൽ നമുക്ക് വീട്ടിലത്തെ എല്ലാം ബൾബും, ഇപ്പോൾ നമ്മുടെ റോഡ് സൈഡിലാണ് ട്രാൻസ്ഫോമർ 500 kV ആണ്. ആ ട്രാൻസ്ഫോമർ ലോഡ് ടെസ്റ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലോഡ് കൊടുക്കാൻ ഫുൾ ലോഡ് നമുക്ക് വീട്ടിലത്തെ എല്ലാം ലൈറ്റ് ഓൺ ആക്കണ്ടേ. അപ്പോൾ അത് ഭയങ്കര പവർ ലോസ് ആണ്. സോ നമുക്ക് ആ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ OCSC ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. SC ടെസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. SC ടെസ്റ്റ് ചെയ്ത് R02 V02 X02 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും. ഓക്കെ, ഏകദേശം ഇത്ര വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും. പക്ഷെ ഇത് കിട്ടുന്നത് എപ്പോഴും ആക്ച്വൽ ആണ്. ഇത് ഡയറക്റ്റ് ആയതുകൊണ്ട് ഇത് റിയൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റെഗുലേഷൻ ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആണ്. നമ്മൾ OCSC ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I2 cos phi to R02 നമുക്ക് SC ടെസ്റ്റിന് കിട്ടിയതാണ്. I2 sin phi X02 അതെന്താണ് SC ടെസ്റ്റിന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ SC ടെസ്റ്റിന് നമുക്ക് R02 X02 കണ്ടുപിടിച്ചിട്ട് നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, I2 cos phi R02 പ്ലസ് ഓർ മൈനസ് I2 sin phi X02 ബൈ V2 ഇൻറ്റു 100 ഇത് നമുക്ക് എന്ത് കിട്ടും, അപ്രോക്സിമേറ്റ് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും. ഓക്കെ, അതും ഒരു ഇക്വേഷൻ ആണ്. ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലായിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്, ഇത് മനസ്സിലാക്കണം. ഇത് പ്ലസ് ആണെങ്കിൽ ലാഗിൻ ലോഡ്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ലാഗിൻ ലോഡാണ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഈ സ്ഥാനത്ത് പ്ലസ് ഓർ മൈനസിൻ്റെ അവിടെ പ്ലസ് ആയിരിക്കും. ലീഡിംഗ് ആണെങ്കിൽ അവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, ലീഡിംഗ് ലോഡ് കപ്പാസിറ്റി ലോഡൊക്കെ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൈനസ് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് റെഗുലേഷൻ പെർസെൻറ്റേജ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് OCSC ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ, എഫിഷ്യൻസിയും കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ നോ ലോഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ SC ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, സെക്കൻഡറി പാരാമീറ്റേഴ്സ് കിട്ടും, അതുപോലെ തന്നെ റെഗുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ രണ്ട് ലോസസ് കിട്ടും, W0 അതുപോലെ WCU രണ്ട് ലോസസ് കിട്ടും. അപ്പോൾ അത് വെച്ചാൽ എഫിഷ്യൻസിയും റെഗുലേഷൻ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.